ഒട്ടേറെ വിവാദ വ്യവസ്ഥകളുള്ള ജമ്മുകശ്മീർ പുനഃസംഘടനാ ബില്ല് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കും. രാജ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ബില്ലും ലോക്സഭയിൽ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് അവതരിപ്പിക്കും. വോട്ടർ പട്ടിക പരിഷ്കരണ വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം തുടരാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷമുള്ളത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ ഇന്ന് സഭയിലേക്ക് എത്തുകയാണ്. അതിൽ തന്നെ ഒരുപാട് വിവാദ വ്യവസ്ഥകൾ. ഇപ്പോൾ തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം തുടരുന്നതിനിടെ സഭയിൽ ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം ബൽറാം? റീജിത്ത, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഒരു വർഷകാല സമ്മേളനത്തിൽ ജമ്മു കശ്മീരിന്റെ പൂർണ്ണ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള നടപടികൾ ഈ തുടക്കത്തിലൊന്നും തന്നെ ഉണ്ടായില്ല. ആദ്യ ആഴ്ചയിൽ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ല ആയിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷം തുടർച്ചയായി പ്രതിഷേധം തുടരുകയാണ്. പാർലമെന്റിൽ ആദ്യ ദിവസം മുതൽ തന്നെ പ്രതിഷേധം ഉണ്ടായിരുന്നു ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ. അതിൽ ഇന്ന് അപ്രതീക്ഷിതമായി എത്തുന്ന ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായ ഒരു ബില്ലാണ് ജമ്മു കശ്മീർ പുനഃസംഘടനാ ബില്ല്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിലുള്ള വ്യവസ്ഥകൾ, അത് ഒട്ടേറെ വിവാദമായ ഒരു വ്യവസ്ഥ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് അറസ്റ്റിലായി കസ്റ്റഡിയിൽ 30 ദിവസം പിന്നിടുന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ അവരെ പുറത്താക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നതാണ് ഈ ബില്ല്. മന്ത്രിയാണ് അത്തരത്തിൽ കസ്റ്റഡിയിൽ 30 ദിവസം പിന്നിടുന്നത് എങ്കിൽ മുഖ്യമന്ത്രിക്ക് അത്തരത്തിൽ നിർദ്ദേശം നൽകാം. പദവിയിൽ നിന്നും മന്ത്രിയെ നീക്കാൻ നിർദ്ദേശം നൽകാം. അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് അത്തരത്തിലുള്ള തീരുമാനമെടുക്കാം. ഇത്തരത്തിലുള്ള വ്യവസ്ഥയാണ് ഈ ബില്ലിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു കേസിൽ അറസ്റ്റിലായി ആ കുറ്റം അത് ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമല്ല, മറിച്ച് ഈ 5 വർഷം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കേസിൽ അറസ്റ്റിലായി കസ്റ്റഡിയിൽ 30 ദിവസം പിന്നിട്ടാൽ തന്നെ ഈ മന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണെങ്കിലോ പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഈ കൂടാതെ മറ്റ് ഈ ഒരു ജമ്മു കശ്മീരിൽ ഈ ബില്ല് നടപ്പാക്കാൻ ആവശ്യമായ മറ്റ് ഭരണഘടനാ ഭേദഗതിയും ഒപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശ നിയമ ഭേദഗതിയുമാണ് മറ്റ് 2 ബില്ലുകൾ ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ ഇന്ന് അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാൻ ഉള്ള ഒരു ബില്ലും ഇന്ന് ലോക്സഭയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പേരിലാണ് ആ ബില്ല് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹമായിരിക്കും ആ ബില്ല് അവതരിപ്പിക്കുക. എന്തായാലും ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ടുള്ള ബില്ലിന്റെ വിവരങ്ങൾ നാളെ രാത്രി വൈകിയാണ് പുറത്തു വന്നത്. അത് നാളെ അവതരിപ്പിക്കുമെന്നുള്ളത് ലോക്സഭയുടെ റിവൈസ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ കടുത്ത പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ ബില്ലിലെ വ്യവസ്ഥകൾക്ക് എതിരെ ഇന്ന് പാർലമെന്റിൽ ഈ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെട്ടിരുന്നു തുടർച്ചയായി. ആ ഒരു പ്രതിഷേധം വോട്ടർ പട്ടിക വിഷയത്തിലായിരുന്നുവെങ്കിൽ പുതിയ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ പ്രതിപക്ഷം ഇന്ന് പ്രതിഷേധിക്കും എന്ന് ഏതാണ്ട് വ്യക്തമാണ്. ഇന്ന് രാവിലെ യോഗം ചേർന്നായിരിക്കും തുടർന്ന് കൂടുതൽ പ്രതിഷേധ നടപടികളിലേക്കോ മറ്റു മാർഗങ്ങളിലേക്കോ നീങ്ങേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ പ്രതിപക്ഷം തീരുമാനമെടുക്കുക. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പ്രതിഷേധം തുടരുന്നതിനിടെ സുപ്രധാന ബില്ലുകൾ ഇന്ന് പാർലമെന്റിലേക്ക് എത്തുകയാണ്. ഒട്ടേറെ വിവാദ വ്യവസ്ഥകളുള്ള ജമ്മുകശ്മീർ പുനഃസംഘടനാ ബില്ലാണ് അതിൽ പ്രധാനം. ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കുക. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.